വെൽക്കം ബാക്ക്. ഷെബിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു തീരുമാനമില്ലാതെ, അതായത് ഒരു ഉറപ്പില്ല അങ്ങനെ പോകണം, അറ്റല്ലാത്തൊരു യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂര് ടൗൺ കഴിഞ്ഞപ്പോൾ അപ്പം ഇനി നേരെ പോകണമെങ്കിൽ എവിടെയെങ്കിലും എത്തും. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള യാത്ര. എവിടൊക്കെ പോകണമെന്നൊരു ഐഡിയ ഇല്ല, അങ്ങനെ കാറിട്ട് പോവാണ്. നോക്കാം എവിടെയൊക്കെ എത്തിപ്പോ. നല്ല ഐഡിയ ഉണ്ടോ ഒക്കെ പോണെന്ന്? ഐഡിയ ഇല്ല. ഏതാ നോക്കാം നമുക്ക്. എവിടെയൊക്കെ എത്തുമല്ലോ. അറ്റമില്ലാത്ത യാത്രയല്ലല്ലോ, നോക്കാം നമുക്ക്. നിലമ്പൂര് കഴിഞ്ഞ് ഏതോ കാട്ടിലൊക്കെ എത്തി. ചെങ്ങായി ഇവിടക്കൊക്കെയാണ് വണ്ടി കൊണ്ടുപോണേ. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വലിയ മുളം കൂട്ടങ്ങളുണ്ട്. അത് ഈ കാണുന്നത് ഇവിടെ ഒക്കെ ചുറ്റുഭാഗത്തും ഭയങ്കര അഗാധമായിട്ടുള്ള കാടുകളാണ്. എന്തും സംഭവിക്കാം. നമ്മളേതോ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. മുളം കൂട്ടങ്ങൾക്കിടയിലൂടെ ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നല്ല പൈറ്റിട്ട് കാണിച്ചിട്ട് എനിക്ക് ഇവിടത്തെ വൺ വേ മാറിയോ? ഏത് പരിക്കുള്ള റോട്ടാണോ അതൊക്കെ? സംഭവം ഇപ്പോഴാണ് അറ്റല്ലാത്ത യാത്ര ആയത്. യാത്ര പോയി എവിടോ എത്തി. ഒരു ഐഡിയ ഇല്ലാത്ത യാത്ര. എന്നോട് ആദ്യം പറഞ്ഞത് എവിടേക്കൊന്ന് തീരുമാനിക്കാറത്. സത്യം പറഞ്ഞ കൂട്ടി കണ്ടിട്ട് വളക്കില്ലേ. സത്യം പറഞ്ഞ നമ്മള് കനോലി പ്ലോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ ഫോറസ്റ്റിക്ക് നമ്മൾ കയറാൻ നിൽക്കണേ. ഈ ഒരു പാലം കഴിഞ്ഞാല് നമ്മൾ രണ്ടാമത്തെ കാട്ടിലേക്ക് കയറും. ഒന്നാമത്തെ കാട് നമ്മളെ കനോലി പ്ലോട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി രണ്ടാമത്തെ. ഇവിടെ പുഴയുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെ മാനകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇത് സംഭവം എന്താ വെച്ചാലേ, ഈ ബോർഡ് വെച്ചിട്ട് തോന്നുന്നു ഒരു മൃഗങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാത്തത് അല്ലേ? ഒന്നെങ്കിലും കാണണം. ഇതൊന്നുമില്ലല്ലോ. ഇവിടെ ആരെങ്കിലും മാനകളെ കണ്ട ചരിത്രം ഉണ്ടോ ഇവിടെ? എന്ത് വെറുതെ പാസിട്ട് വെച്ചിട്ട്. നമ്മള് ഇപ്പൊ ചുങ്കത്ര എത്തിയിട്ടത്. ചുങ്കത്ര ജംഗ്ഷനിലൂടെ നമ്മളിങ്ങനെ കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഉറപ്പായിട്ടില്ല കേട്ടോ നമ്മളെങ്ങോട്ടാ പോണേന്ന്. നമ്മളങ്ങനെ പോണുണ്ട്, എവിടെയെങ്കിലൊക്കെ എത്തും. സംഭവം ഇപ്പൊ ഒരു ഹോട്ടൽ തപ്പി ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഹോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ എങ്ങോട്ടാണ് എന്താന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കാന്താരി കയറി കണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഓടിക്കഴിഞ്ഞാലേ ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് എടക്കരേന്. എടക്കരത്തിപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല ഫുഡ് ഉണ്ട്, അടിപൊളി ഫുഡ്. അപ്പോൾ സംഭവം എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഇപ്പോഴും എന്താ പറയുക, പ്ലാൻഡ് ആയിട്ടില്ല എങ്ങോട്ട് പോകണമെന്നുള്ളത്. നമ്മൾ വെറുതെ ഇറങ്ങിയ കേട്ടോ. വെറുതെ പരിയിലിരുന്നപ്പോൾ ഒരു രസത്തിനിട്ട് ഇറങ്ങിയതാണ്. വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കണ്ട നല്ല നിലയിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. വീർത്ത് കൊടുക്കുന്നുണ്ട്. സംഭവം AC ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് നോക്കട്ടെ. എങ്ങനെ ആയാലും ഒരു വൈകുന്നേരം വരെയുള്ളൊരു യാത്ര നമ്മൾ ഇവിടുന്ന് പോകും. വൈകുന്നേരം ഒരു ചെറിയ പരിപാടി ഉണ്ടായതുകൊണ്ട് തിരിച്ചെത്തണം, നമുക്ക് പെരേക്ക് തിരിച്ചെത്തണം. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി. വെറുതെ ഇറങ്ങിയത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഓടയിലൊക്കെ ഒരു ചെറിയൊരു പോക്ക് നമ്മൾ പോവും, അല്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിൽ പോവും.
എന്നിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടി നമുക്ക് സെറ്റാക്കാം. പിന്നെന്താ വെച്ചാല് ഒരു യാത്ര വരുന്നുണ്ട്, നല്ലൊരു യാത്ര നമുക്ക് വരുന്നുണ്ട്. അതായത് 2 ദിവസത്തേക്കുള്ളൊരു യാത്ര. നമ്മൾ തലേ ദിവസം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ നമ്മൾ നേരെ പിറ്റേ ദിവസം അവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നേരെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുന്ന ഒരു ചെറിയൊരു പരിപാടി വരുന്നുണ്ട്. മിക്കവാറും അടുത്ത മാസമാവും. കുറച്ച് നല്ലൊരു വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം. നമുക്ക് ഒരുപാട് സൈൻ ബോർഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആന ഉണ്ടാവും, പുലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ആനൊക്കെ പോയിട്ട് സാധാരണ ഒരു പട്ടിക്കുട്ടിയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഇവിടെ. എന്ന് പറയാം, എന്താ അർത്ഥ പരിപാടി? കരിമ്പുഴ പാലണ്ടത്, നമ്മളങ്ങോട്ടോ ഇപ്പൊ കണ്ടില്ലേ ആ പാലം. ഞാൻ പറഞ്ഞു നല്ല വെള്ളം ഉണ്ട് കാരണം. വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? നമ്മൾക്ക് താത്തിണ്ടാക്കി കൂടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട്. ഇന്നെന്താ പരിപാടി വെച്ചാല് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ തട്ടുന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുക, കഴിക്കുക, പോവുക. അങ്ങനെ കുറെ പിരാന്ത്. ഇപ്പൊ നമ്മൾ ചോറ് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഐസ് ഇനി പെടുത്ത വേറെ എന്തെങ്കിലും കണ്ട് നമ്മളത് വാങ്ങും അല്ലേ? കാരണം പൈസ ഞാനല്ലോ കൊടുക്കണത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്, സെറ്റ് സാധനം. ഏതൊക്കെയോ അറിയാത്ത വൈകിലൂടെ കൊണ്ടുകൊണ്ട് ഈ പഹയിന് എവിടെത്തോ പോക്കൊക്കെ ഉണ്ടാക്കിയതോ ഡെയിലി കൂടെ ഒന്ന് പോണ മാതിരി. എന്തായാലും ഐഡിയ ഉണ്ടോ അവിടെ എത്തുന്നുള്ളത്? നമ്മൾ പോവാത്തിടങ്ങളിലൂടെ സഞ്ചരിക്കണം, എന്നിട്ട് ലാസ്റ്റ് കുടുങ്ങണം. കുടുങ്ങിയിട്ട് ആകെ ഒരു ലക്കില്ലാതെ ഇങ്ങനെ നിൽക്കുക. പരീക്കാണോ എത്താൻ പോണത്? എന്താ വണ്ടി? ഞമ്മള് പോണില്ല ഇതിലെ വലിയ വണ്ടി കൊണ്ട്. എന്താടാ ഫസ്റ്റ് കട്ടുണ്ട് അറിയാതെ? ആദ്യം പറയാം നമുക്ക് എണ്ണ അടിച്ചാണ്ട് കയറി. ഇപ്പൊ ഇതിലാകെ 2 പുള്ളിയുണ്ട്. അവിടെ തന്നെ ചെന്ന് പോടും മണഞ്ഞി. വലിയ റോഡും കേട്ടോ അങ്ങോട്ട് കേട്ടോ. ഇവിടെ എല്ലാവരൊക്കെ നല്ല പൈസക്കാരുണ്ട്. വലിയ വീടൊക്കെ ഇവിടെ. ഏതൊക്കെയോ റൂട്ടിലൂടെ ഇങ്ങനെ കറങ്ങി പോവാ. അതാണ് നമ്മളെ പരിപാടി. നമ്മൾ നല്ലൊരു യാത്ര വരുന്നുണ്ട് അല്ലേ? എന്നാണാവോ? അടുത്ത മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 ദിവസത്തിന്റെ യാത്ര. 2 ദിവസത്തിന്റെ എന്ന് പറഞ്ഞാല് തലേ ദിവസം കയറിയിട്ട് പിറ്റേ ദിവസത്തിലെ മൊത്തം കറങ്ങി തിരിഞ്ഞ് പിന്നീട് കയറി പോവാ. ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഇന്നിപ്പോ വെറുതെ തെണ്ടി തിരിഞ്ഞിറങ്ങ കേട്ടോ. ഒരു പണിയില്ലാതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ നേരത്തെ കയറില്ല കാന്താരി, അടിപൊളി ഫുഡ് അതിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെങ്ങായിട്ട് പരിപാടിയാണ് മറ്റേ ഐസ്ക്രീം. അതും വലിയ തിരക്കിടൊന്നുമില്ല, ഉഷാറാണ്. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സംഭവം ഒന്നും അല്ല കേട്ടോ, വെറുതെ അവിടെ നിന്നപ്പോ നമ്മൾ വണ്ടി എടുത്ത് വെറുതെ ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞതിൽ തന്നെ ഒരു നല്ലൊരു യാത്ര ഇനിയും വരുന്നുണ്ട്, കാത്തിരിക്കുക. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കാരും ഇനി വരുന്നത് കേട്ടോ. നമ്മൾ 2 ദിവസത്തെ യാത്രക്ക് പോയിട്ട് എന്താ പറയാ, വെറുതെ മൂന്നാർ പോവാ. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ നോക്കിയാൽ പോണേ. അവിടെ ഒരു ദിവസം നിന്നിട്ട് പിന്നെ അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് മടങ്ങി വരിക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ള ഒരു നല്ല നല്ല യാത്രയൊക്കെ നമ്മൾ വിചാരിക്കണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.